മുഹമ്മദ് കുട്ടി ഫൈസി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് ആദരപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, തായിയും സഹോദരങ്ങളെ, മഹൽ വ്യക്തിത്വങ്ങളെ, നമ്മുടെ ഒരു പ്രവർത്തകൻ ചമ്മാടുള്ള മൂസക്കോയ എന്ന് പറയുന്ന സഹോദരന്റെ പിതാവ് മരണപ്പെട്ട വിവരം ഇപ്പോൾ അറിയിച്ചു. 5 മണിക്കാണ് മയ്യത്തെടുക്കുന്നത്. നമ്മുടെ സംഘടനാ രംഗത്തൊക്കെ നിറസാന്നിധ്യമായി സജീവമായ ഒരു പ്രവർത്തകനാണ്. ഒരു ഫാത്തിഹ അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ വലിയ സൂർ ഉസ്താദ് പറഞ്ഞ സംഭാവന ചെയ്ത ആളുകളിൽ നിന്നും മരിച്ചുപോയവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. തമ്പുരാനെ, ഈ ഫാത്തിഹാന നീ സ്വീകരിക്കണമേ. തമ്പുരാനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അർവാഹ് ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇൽമ് കോരിച്ചൊരിഞ്ഞു നൽകണേ അല്ലാഹ്. ഇഖ്ലാസോടെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാവൽക്കാരായി ഞങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരിലേക്ക് ഈ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ചെയ്തു തന്ന് ഞങ്ങൾ സഹായിച്ചവരുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരുടെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മൂസക്കോയ എന്ന് പറയുന്ന നിങ്ങളുടെ കർമ്മോത്സുകനായ പ്രവർത്തകന്റെ പിതാവ് മരണപ്പെട്ട് കിടക്കുകയാണ്. 5 മണിക്കാണ് മയ്യത്തെടുക്കുന്നത്. ആത്മാവിന് സുഖം നൽകണേ അല്ലാഹ്. വെള്ളിമീനിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചോനെ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ നഈമിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരു ദീർഘമായ ഒരു പ്രസംഗത്തിന് സമയമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അൽ അഖില്ലാഉ യൗമഇദിൻ അദുവ്വുൻ ലിബഅദി അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വ ഇല്ലൽ മുത്തഖീൻ. അന്ന് ചങ്ങാതിമാർ, സുഹൃത്തുക്കൾ ചിലർക്ക് ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ. അപ്പൊ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച ആളുകൾ അവര് മിത്രങ്ങളാണ്, അവർ ഒന്നിച്ചാണ്. അല്ലാഹു ഈ ഭൂമിയിലുള്ള ഈ മിത്രങ്ങളായതുപോലെ നാളെ മഹ്ശറയിലും ആത്മീയ ലോകത്തും മിത്രങ്ങളായി നമ്മുടെ പൂർവിക സൂര്യകളോടൊപ്പം അല്ലാഹു നമ്മെ ജീവിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്ലിസു ഇൻദ കുല്ലി ആലിമിൻ. എല്ലാ പണ്ഡിതന്റെ അടുത്തും നിങ്ങൾ ഇരിക്കരുത്. ഇല്ലല്ലദീ യദ്ഊകും മിനൽ ഖംസി ഇലൽ ഖംസ്. 5 കാര്യത്തിൽ നിന്ന് 5 കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന ആലിമിന്റെ അടുത്തല്ലാതെ. മിനശ്ശക്കി ഇലൽ യഖീൻ. സംശയത്തിൽ നിന്നും ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന ആലിമ്. ശംസുൽ ഉലമ തങ്ങളുടെ ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ ഒരുപാട് വിശദീകരിച്ചല്ലോ. വമിനൽ കിബരി ഇല തവാദുഅ. കിബറിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് തവാദുഇലേക്ക്, താഴ്മയിലേക്ക് ക്ഷണിക്കുന്ന ആലിമ്. അവരുടെ അടുത്തേ ഇരിക്കാവൂ. നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ ജീവിതമൊക്കെ തവാദുഅല്ലേ. സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെയും കൂട്ടി പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. ബെല്ലടിച്ചപ്പോൾ തങ്ങൾ വരാൻ അല്പം വൈകി. ഞാൻ പറഞ്ഞു, നമുക്ക് പൂമുഖത്തിരിക്കാമെന്ന്. ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു, പറ്റില്ല, പുറത്തു നിൽക്കുക. വീട്ടുകാരന്റെ സമ്മതമില്ലാതെ വീട്ടിന്റെ അവിടെ കയറിയിരിക്കാൻ നമുക്ക് പറ്റില്ല. പുറത്തു നിന്നു. തങ്ങൾ വരുന്നത് വരെ സമസ്തയുടെ സെക്രട്ടറിയും ഈ വിനീതനും മുറ്റത്തു നിന്നു. നോക്കൂ നിങ്ങൾ, എന്തൊരു തവാദുആണ്. നമ്മുടെ നേതാക്കന്മാർ കാണിച്ചു തന്നത് അതാണ്. മൻ തവാദഅ റഫഅഹുല്ലാഹ്. വിനയം കാണിച്ചോ അല്ലാഹു അവനെ ഉയർത്തും. ഉമൻ തകബ്ബറ റഫഅഹുല്ലാഹ്. അഹങ്കരിച്ചാലോ അല്ലാഹു അവനെ താഴ്ത്തുകയും ചെയ്യും. 3. വമിനൽ അദാവത്തി ഇലൻ നസീഹത്തി. ശത്രുതയിൽ നിന്നും സാരോപദേശത്തിലേക്ക് ക്ഷണിക്കുന്ന ആലിമ്. ശത്രുതയില്ല. നമ്മുടെ നേതാക്കന്മാർക്ക് ഇവിടെ സൗഹൃദവും സഹിഷ്ണുതയുമാണ്. അതുകൊണ്ടാണ് കണ്ണിയത്തുസ്താദിന്റെ വീട്ടിലേക്കുള്ള വഴി വാഴക്കാട്ടെ അമ്പല കമ്മിറ്റിക്കാർ ഒരുക്കി കൊടുത്തത്. ബഹുമാനപ്പെട്ട ശൈഖുന KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് മഹാനവറുകളെ ചികിത്സിച്ചിരുന്ന ഡോക്ടറാണ് ഡോക്ടർ വേലായുധൻ. വേലായുധന്റെ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്,
ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുത്തണ്ണി മുസ്ലിയാരെ സന്ദർശിക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹത്തെ മുത്തണ്ണി എന്നാണ് വിളിക്കുന്നത്. ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ ഞാൻ ചൊല്ലും, ഉസ്താദ് ചെന്ന പാട ഉസ്താദ് പറയും ഒന്ന് പരിശോധിക്കണം എന്ന്. അങ്ങനെ പരിശോധിക്കും, മരുന്ന് കുറിച്ചു കൊടുക്കും, സൗഹൃദ സംഭാഷണം നടത്തും. അങ്ങനെ ഞാൻ മടങ്ങിപ്പോരും. ഉസ്താദ് എന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയക്കാറില്ല. ഉസ്താദ് എന്നെ ഫോൺ ചെയ്യാറുമില്ല. പക്ഷേ മുത്തണ്ണി മുസ്ലിയാർക്ക് എന്നെ കാണണം എന്ന് തോന്നുമ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെടും. ആ അസ്വസ്ഥതയാണ് അത്. ഞാൻ ചെന്നപ്പോ ഉസ്താദ് കാത്തിരിക്കുകയായിരിക്കും. ഇന്നലെ എനിക്ക് കരുളായിലായിരുന്നു വയറ്. അവിടെ 2 പള്ളിയുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയുടെ നിയന്ത്രണത്തിലുള്ള പള്ളിയും മറുപക്ഷത്തിന്റെ പള്ളിയും. എന്റെ ഡ്രൈവർക്ക് ഏത് പള്ളിയാണെന്ന് അറിയില്ല. ഓനങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞാൻ വയലിന്റെ മജ്ലിസിലേക്കും വന്നു. അവൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ അവന്റെ പിന്നാലെ ഒരാൾ പിന്തുടർന്നു. ഇവൻ ഉളൂ ചെയ്തു. ഉളൂ ചെയ്ത ശേഷം ഇന്നലെ നടന്ന സംഭവമാണ്. ഇവനോട് ചോദിച്ചു, ഇജ്ജ് എവിടുന്നാ വരുന്നത്? ആനമങ്ങാടെന്നാണ്. എന്താ പണി വെച്ചു? ഞാൻ ആനമങ്ങാടിന്റെ ഡ്രൈവറാണെന്ന് പറഞ്ഞു. എന്നാ നിങ്ങൾക്ക് ആ പള്ളിയുണ്ട്, ഇവിടെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റൂല. ഒരു പള്ളിയിലേക്ക് ഏത് പള്ളിയാണെന്നറിയാതെ കയറി ചെന്ന ആ സഹോദരനോട് ആ പള്ളിയിലെ ഇമാമ് പറയുന്നത്, ഇത് നിങ്ങൾക്കുള്ള പള്ളിയല്ല, നിങ്ങൾക്ക് വേറെ പള്ളിയുണ്ട്. നോക്കിങ്ങള് മനുഷ്യ മനസ്സുകളെ ഭിന്നിപ്പിക്കുകയും ഛിദ്രതയിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ജൂത ഫാസിസത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭിന്നിപ്പ് നടത്തുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇസ്ലാം ഒരിക്കലും തന്നെ നമ്മുടെ നേതാക്കന്മാര് ശത്രുതയിൽ നിന്നും അവർ വിളിക്കുന്നത് സാരോപദേശത്തിലേക്കാണ്. ലോകമാന്യത്തിൽ നിന്നും ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്ന ആലിം ഇഖ്ലാസാണ്. പട്ടിക്കാട് കോളേജിലെ പായകൾക്ക് ഓട്ടയായത്. സുജൂദ് ചെയ്ത ഭാഗത്ത് ദ്വാരങ്ങളുണ്ടായി. കണ്ണിയത്ത് ഉസ്താദും കെ ഹസ്രത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദും കായമ്പാട് ഉസ്താദും ഷേഖുന കടങ്ങഴി ഉസ്താദും കെ അബ്ദുള്ള ഉസ്താദും ഖദ്ദസല്ലാഹു അസ്റാറുഹും അവരൊക്കെ ഉപയോഗിച്ച പുല്ലുപായക്ക് ഓട്ട നട്ടപ്പാതിരക്ക് സുജൂദിൽ പോയിട്ട് കണ്ണുനീർ തുള്ളി വീണ ഓട്ട. അതാണ് നമ്മുടെ ഉസ്താദുമാർ. വമിന റഗ്ബത്തി ഇല സുഹദ്, മോഹങ്ങളിൽ നിന്നും ത്യാഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആലിമ്. മോഹങ്ങളില്ല, ത്യാഗത്തിലേക്ക്. നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ഷെഫന കോയക്കുട്ടി ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മൂത്ത ജ്യേഷ്ഠനോട് പറഞ്ഞു, ഒരു ഖബർ കുഴിച്ചിടാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത്. ജ്യേഷ്ഠ സഹോദരൻ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു, എന്നാ ആ കൂട്ടത്തിൽ എനിക്കൊന്ന് കുഴിച്ചിടും. 17 കൊല്ലം മുമ്പ് 2 ഖബർ ഷെഫുന കോയക്കുട്ടി ഉസ്താദ് കുഴിച്ചിട്ടു. ജ്യേഷ്ഠ സഹോദരൻ ഒരു കൊല്ലത്തിന് ശേഷം വഫാത്തായി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന വീടിന്റെ സമീപത്ത് കിണർ കുഴിച്ചു, ഖബർ കുഴിച്ചു. എന്തിന്? നാളത്തെ ലോകത്തെ കുറിച്ച് ചിന്തിക്കാം. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ബാബ പറഞ്ഞു, ആളും പാളും കൂടിയിട്ടുണ്ട്, വീടൊന്ന് വലുതാക്കണം. എന്നാൽ നമുക്കൊരു വീട് നോക്കാൻ പോകാം. ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി. വണ്ടി കയറി ഒരു വീട് കണ്ടിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനാകുമെന്നാണ് കരുതിയത്. അങ്ങനെ കൊണ്ടുപോയി വണ്ടി നിർത്തി ഒരു പള്ളിത്തൊടുവിന്റെ അടുത്ത് ഖബർ കാണിച്ചു കൊടുത്തു ഭാര്യക്ക്. ഇതാണ് വീട്, ഇതാണ് നന്നാക്കേണ്ടത്. അപ്പൊ ഇത്തരം നേതാക്കന്മാരാണ് നമ്മെ നയിക്കുന്നത്. അല്ലാഹു തആല അവരുടെ പിന്നിൽ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പത്രങ്ങൾ വായിക്കണം, എഡിറ്റോറിയൽ വായിക്കണം. പിന്നെ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുമ്പോൾ അത് സാധാ പത്രങ്ങൾ വായിക്കണം മാതിരി വായിച്ചാൽ പോരാ. ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ചുണ്ട് അനങ്ങണം, എന്നാലേ പറ്റുള്ളൂ. നമ്മൾ സർഫാക്കണ നേരത്തൊക്കെ ചുണ്ട് അനങ്ങലില്ലേ? അതിന് ശരിയാകാൻ വേണ്ടിയിട്ട് ഒന്ന് ബർക്കത്തിന് വേണ്ടി എന്റെ കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് സർഫാക്കട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതെ. അപ്പൊ നാവിനാണ്ട് ശരിക്ക് എല്ലാ രംഗത്തും കഴിവാകാം, പിന്നെ നല്ല പ്രതിഭകളാകാം, നല്ല പഠിച്ച് സമസ്തനെ നെല്ലിലേറ്റ
വേറൊന്നും പറയാല്ല. യാ ഹയ്യു യാ ഖയ്യൂം എന്ന് 16 വട്ടം ചൊല്ലിയാല് നല്ല ബുദ്ധിശക്തി ഉണ്ടാവുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം എന്ന് 16 വട്ടം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മഗ്രിബിന്റെ ശേഷവും സുബൈക്ക് ശേഷവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ 3 വട്ടം, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം 3 വട്ടം. മഗ്രിബിന്റെ ശേഷം 3, സുബൈന്റെ ശേഷം 3. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതൊക്കെ ഭക്ഷണം കഴിച്ചോട്ടോ, ചിലരൊക്കെ കഴിക്കുന്നുണ്ട്. അത് വിശപ്പുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മർഹൂം CH മുഹമ്മദ് കോയ സാഹിബിന്റെ അടുത്ത് രാത്രി നട്ടപ്പാതിരക്ക് വന്നപ്പോ അവസാന സെക്രട്ടറി പറഞ്ഞു ബിഷപ്പ് പുറത്തുണ്ട് എന്ന് പറഞ്ഞു. CH പറഞ്ഞു ബിഷപ്പ് അകത്തുണ്ട്. മൂപ്പരോട് അവിടെ നിൽക്കാൻ പറയും. നിങ്ങൾ കഴിച്ചോളി മക്കളെ, നിങ്ങൾ കഴിച്ചോളി. അപ്പോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഒരു സഹാബി വന്ന് പറഞ്ഞു, മുത്തനബിന്റെ അടുക്കൽ വന്നപ്പോഴേ കൊൽ എന്ന് പറഞ്ഞു. അപ്പോ ഒന്നും മുടിയില്ല. രണ്ടാമതും കൊൽ, ഒന്നും മുടിയില്ല. മൂന്നാമതും കൊൽ. അപ്പൊ സഹാബി ചോദിച്ചു, നബി ഞാൻ എന്താ പറയേണ്ടത്? രാവിലെയും വൈകുന്നേരവും ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 വട്ടം. അത് മതി എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത് നല്ലവരായി മാറുക. നമ്മുടെ സമ്മേളനത്തിൽ സജീവമാകണം. ക്യാമ്പുകളിലൊക്കെ സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭക്ഷണം കഴിക്കേണ്ടവർ കഴിച്ചോളി. വെള്ളം അവിടെ പുറത്തുണ്ട്. പിന്നെ നിങ്ങളോട് ആശംസാ പ്രസംഗം അന്നേരം